ഈ കരപ്പെണ്ണ് കേൾക്കുമ്പോൾ കൂടുതൽ ടെൻഷൻസ് എപ്പോഴും അമ്മമാർക്കായിരിക്കും അല്ലെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ആളുകളെ അപേക്ഷിച്ച് എപ്പോഴും കരപ്പെണ്ണ് വരുന്നത് കുഞ്ഞു മക്കൾക്കായിരിക്കും. ശരീരം ആസകലം വലിയ വലിയ കുരുക്കൾ വന്ന് അത് പൊട്ടി പഴുത്ത് വല്ലാത്തൊരവസ്ഥ. അതിനുശേഷം ഇതൊന്ന് എങ്ങനെയെങ്കിലും ഉണക്കി എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ പാടുകൾ അവിടെ അവശേഷിക്കുക, അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണത് അല്ലെ. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് തൊട്ട് ആർക്കും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഒരു പാക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ ഈ ഒരു കാര്യം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കരപ്പൻ ഒരുപാട് ഇങ്ങനെ പഴുത്ത് പൊട്ടാതെ പെട്ടെന്ന് തന്നെ ഉണങ്ങി അതിന്റെ പാടുകൾ പോലും അവശേഷിക്കാതെ പൂർണ്ണമായിട്ട് മാറാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാടൊന്നും വിശദീകരിക്കുന്നില്ല. എല്ലാവർക്കും കരപ്പൻ എന്താണെന്നും കരപ്പൻ എന്തുകൊണ്ടാണ് വരുന്നതെന്നും എല്ലാം അറിയാം. പിന്നെ ഈ ഒരു കാര്യം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ ഈ ഒരു കാര്യം ഇടുമ്പോൾ കുഞ്ഞുങ്ങളുടെ മേത്ത് വേറെ മോയ്സ്ചറൈസർ, ലോഷൻസ്, ക്രീംസ് ഇതൊന്നും ഇടാൻ പാടില്ല കേട്ടോ. അപ്പൊ നമുക്ക് വേഗം അതിനെ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ആര്യവേപ്പിലയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര അളവിൽ ഇതുണ്ട്, എവിടെയൊക്കെ ഉണ്ട്, നമുക്ക് അത് ഇട്ട് കൊടുക്കാൻ ആവശ്യത്തിനുള്ള അളവിൽ നിങ്ങൾ ആര്യവേപ്പില എടുക്കുക. ആര്യവേപ്പില ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക. അതിലേക്ക് പച്ചമഞ്ഞൾ എടുക്കുക കേട്ടോ. പച്ചമഞ്ഞൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, മഞ്ഞപ്പൊടി എടുക്കരുത്. കാരണം കെമിക്കൽസ് ഒന്നും ഇത് നമ്മൾ അതുപോലെ ഒരു കാര്യത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതായതുകൊണ്ട് പച്ചമഞ്ഞൾ നല്ല ശുദ്ധമായിട്ടുള്ളത് തന്നെ എടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ. അലോവേര ജെൽ എന്ന് പറയുമ്പോൾ ഈ കെമിക്കൽസ് കടയിൽ നിന്ന് വാങ്ങുന്നത് കൂടുതൽ എടുക്കണ്ട. നിങ്ങൾക്ക് വീട്ടിൽ തന്നെയുള്ള അലോവേര എടുത്ത് നിങ്ങൾ ജെല്ലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ അലോവേര ജെൽ നമ്മളിത് മഞ്ഞളും ആര്യവേപ്പിലയും അരയ്ക്കുന്ന കൂട്ടത്തിൽ ഈ അലോവേരയുടെ ജെല്ലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതായത് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കുഴമ്പ് ടെക്സ്റ്റൈലാണ്. നമുക്ക് ഇതുള്ള ഭാഗത്തെല്ലാം കരപ്പനുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാൻ പറ്റണം. അവിടെ ഇങ്ങനെ ചാടി പോകാൻ പറ്റില്ല. അതായത് ഈ അലോവേര ജെൽ ചേർക്കുമ്പോൾ ഒരുപാടങ്ങ് ചേർക്കാതെ നമുക്കത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴമ്പ് പരുവത്തിലാവാൻ പാകത്തിനുള്ള അളവിൽ മാത്രം എടുക്കുക. അതുപോലെ ആര്യവേപ്പും മഞ്ഞളും തന്നെ അരയ്ക്കുന്നതാണെങ്കിൽ പോലും അതിൽ ഒരു തുള്ളി വെള്ളം ചേർക്കരുത്. അത് തന്നെ ഇട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഒരു കുഴമ്പ് രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ചെറുതേനും കൂടി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് എവിടെയാണോ ഈ പാടുകളും കുരുക്കളും ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഇത് ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരു 2-3 ദിവസം ഇത് ഇടുമ്പോൾ തന്നെ ഇപ്പൊ ഈ കരപ്പനൊക്കെ വന്നു തുടങ്ങിയ ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ കുരുക്കൾ വന്നു തുടങ്ങിയ ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ദിവസം കൊണ്ട് തന്നെ അത് ഒരുപാട് പഴുക്കാതെ പെട്ടെന്ന് അത് ചുങ്ങിപ്പൊക്കോളും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി നന്നായിട്ട് പഴുത്തിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ പോലും ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 2 ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതങ്ങ് പൊട്ടിപ്പോകുന്ന ഒരു ഇത് തോന്നും. പിന്നെ പാടുകള് അങ്ങനെ നിൽക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്ര ഉള്ള കാര്യം. പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഇട്ട് കൊടുക്കാം കേട്ടോ. കുളിക്കണേന് കുറച്ച് നേരം മുമ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് കുളിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞ വേറെ ക്രീമുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ശ്രദ്ധിക്കേണ്ടത്. ഇത് പോകുന്നത് വരെ നമുക്കിത് ഈ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ. യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് കമന്റിൽ എഴുതണം. അതുപോലെ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ നമുക്ക് വേറെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.